POCയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഞങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കരുതിയിരുന്നു. അവർ ഞങ്ങളെയും അത് ഞാൻ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലുള്ള പ്രവർത്തനം ഇനിയും തുടരുന്നതിന് തീർച്ചയായിട്ടും നമ്മുടെ അഭിമന്യ ബസേലിയസ് മാർ ക്ലീമീസ് തിരുമേനിക്കും അഭിമന്യ ഹോളി കണ്ണുക്കാടൻ പിതാവിനും അഭിമന്യ അലക്സ് വടക്കന്തല പിതാവിനും സാധിക്കും. അവരും അതുപോലെ തന്നെ തുടരും. തീർച്ചയായിട്ടും POC നമ്മുടെ സഭയുടെ കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ്. കേരളത്തിലെ സഭ ഒന്നായിട്ട് പല രംഗങ്ങളിലും മുന്നേറുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ലോകം അറിയുന്നത് POCയിലൂടെയാണ്, പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്ററിലൂടെയാണ്. അപ്പോൾ അതെന്നും നിലനിൽക്കണം, കൂടുതൽ അത് അഭിവൃദ്ധി പ്രാപിക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങൾ വഴിയായി നമ്മുടെ സഭയുടെ സാക്ഷ്യം സഭയിലുള്ളിലും അതുപോലെ തന്നെ സമൂഹത്തിലും പ്രതിഫലിക്കണം. അതിനുള്ള സാധ്യതകൾ നമുക്ക് ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. ഇപ്പോൾ സങ്കീർണമായ പ്രശ്നങ്ങൾ സഭയിലുണ്ടാകാം, സമൂഹത്തിലുണ്ടാകാം. ഏത് സാഹചര്യത്തിലും നമുക്ക് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും കഴിയണം. അങ്ങനെയാണ് സഭയുടെ ശുശ്രൂഷ ഫലപ്രദമാക്കി നമ്മൾ തീർക്കുന്നത്. അടുത്തിടെ വിഴിഞ്ഞം പ്രശ്നമുണ്ടായി. വിഴിഞ്ഞം പ്രശ്നത്തിലെ കാര്യങ്ങൾ നമുക്ക് നിയന്ത്രണാതീതമാകുമോ എന്നുള്ള ഒരു സംശയം നിലനിന്ന സന്ദർഭത്തിൽ പ്രശ്നപരിഹാരത്തിനായിട്ട് സഭയുടെ ശുശ്രൂഷകരായിട്ടുള്ള ഉന്നത സഭാ പ്രവർത്തകരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയും മറ്റ് ചീഫ് സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ആളുകളും മുന്നോട്ട് വന്നു. വളരെ വലിയ ആശയവിനിമയങ്ങൾ നടത്തി. ഏറെക്കുറെ ഒരു സമവായത്തിൽ വന്ന് പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ഒന്ന് ഓർത്തിരിക്കുക, സമൂഹത്തിൽ എപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അവയെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ അതിനിടയിലുണ്ടാകുന്ന മുറിവുകൾ, വേദനകൾ, പ്രയാസങ്ങളെ ഒക്കെയാണ് നമ്മളെ വാസ്തവത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത്. അതുണ്ടാകാതിരിക്കാൻ നമ്മൾ കഴിവതും പരിശ്രമിക്കണം. അപ്പോൾ പ്രശ്നങ്ങളെ എപ്പോഴും സമചിത്തതയോടെ സമീപിക്കാനും പ്രശ്നപരിഹാരത്തിന് വളരെ ഹൃദ്യമായിട്ടുള്ള സംവാദങ്ങൾ നടത്താനും അതിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനും നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പോൾ ഇനിയുള്ള കാലത്തും അത് നടക്കട്ടെ. ഇനി പുതിയ പ്രശ്നങ്ങളായിരിക്കും വരുന്നത്, നാം ഉദ്ദേശിക്കാത്ത പ്രശ്നങ്ങൾ, നാം ഉദ്ദേശിക്കാത്ത സംഘർഷാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ. അതുകൊണ്ട് അവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള സാധ്യത ഇപ്പോൾ പുതിയ നേതൃത്വത്തിന്, അഭിമന്യ ബസേലിയസ് മാർ ക്ലീമീസ് പിതാവിൻ്റെ നേതൃത്വത്തിനും മറ്റ് അവർ പിതാവിനോടൊപ്പം നിന്ന് കൂട്ടായ നേതൃത്വം, ഒരാൾ നേതൃത്വത്തിലാവുന്നു മറ്റുള്ളവർ സഹകരിക്കുന്നു എന്നുള്ളതിനേക്കാൾ നല്ലത് എല്ലാവരും ഒരുപോലെ നേതാക്കന്മാരാണ്. നേതൃത്വത്തിൻ്റെ കൊളേജിയാലിറ്റിയാണ് നമുക്ക് ആധുനിക കാലത്തുണ്ടാകേണ്ടത്. എ കൊളേജിയൽ ലീഡർഷിപ്പ്, എ ബെസ്റ്റ് ലീഡർ ഈസ് വൺ ഹൂ മേക്സ് അതേഴ്സ് ലീഡേഴ്സ് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് വളരെ അർത്ഥവത്താണ്. എല്ലാവരിലും നേതൃപാടവമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നേതൃപാടവത്തെ സംയോജിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലീഡറിൻ്റെ ഉത്തരവാദിത്വം. അത് നിങ്ങൾ രൂപതകളിലായാലും സ്ഥാപനങ്ങളിലായാലും സമൂഹത്തിലായാലും സംഘടനകളിലായാലും പ്രാവർത്തികമാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശൈലി സഭയിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും കഴിവുകളും വരങ്ങളും ദാനങ്ങളും എല്ലാം ഫലപ്രദമായിട്ട് സഭയുടെ വളർച്ചയ്ക്ക് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ഉപകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൊളേജിയൽ ലീഡർഷിപ്പ് POCയിൽ നടക്കുന്നുണ്ട്. അതിനെയും തുടരും. അങ്ങനെ തുടർന്ന് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. ഓരോരുത്തരുടെയും ഭാഗത്തിന് ഒരു നാടകത്തിൽ പ്രാധാന്യമുള്ളതുപോലെ തന്നെ ഈ നമ്മുടെ ശുശ്രൂഷകളിൽ ഓരോ വ്യക്തിയുടെയും സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട്. ദൈവത്തിന് മുമ്പാണ് നമ്മളെല്ലാവരും ഒരുപോലെ പ്രധാനപ്പെട്ടവരാണ്. നമ്മളെ ഓരോരുത്തരായിട്ട് വലിയവരാക്കിക്കൊണ്ട് നമ്മുടെ സഭയുടെ മഹത്വവും വലുപ്പവും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വലുപ്പവും ദൈവം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് ഈ കൂട്ടായ ലീഡർഷിപ്പ് സഭയുടെ ഇനിയുള്ള ശൈലിയാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. ഞാൻ അഭിമന്യ ക്ലീമീസ് പിതാവിനും അതുപോലെ തന്നെ വടക്കന്തല പിതാവിനും ഹോളി കണ്ണുക്കാടൻ പിതാവിനും എൻ്റെ എല്ലാവിധ സ്നേഹാശംസകളും നേരുന്നു.